നമസ്കാരം. പ്രധാന വാർത്തകൾ. വടകരയിൽ വോട്ടിംഗ് വൈകുന്നു. ബോധപൂർവമായ ശ്രമമെന്ന് കെ രമ. വടകരയിൽ പോളിംഗ് മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും പോളിംഗ് സമയം പകുതിയോളം എത്തുമ്പോഴും വോട്ടിംഗ് ശതമാനം കുറവാണെന്നും കെ രമ MLA. ഇത്തരത്തിൽ വോട്ടിംഗ് വൈകുന്നതിൽ ബോധപൂർവമായ ശ്രമമുണ്ടോ എന്ന് സംശയമുള്ളതായും കെ രമ പറഞ്ഞു. വടകരയിൽ മാത്രമാണ് ഈ അവസ്ഥയെന്നും ഇതിൽ ഭരണകൂടം ഇടപെടണമെന്നും അവർ വ്യക്തമാക്കി. വടകരയിൽ എന്തോ സംഭവിക്കുന്നുവെന്ന തോന്നലുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ ബൂത്തുകളിൽ എത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. പാലക്കാടിന് പുറമെ മറ്റ് 2 ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. അതീവ ജാഗ്രത. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാടിന് പുറമെ ഇന്നു മുതൽ ഞായറാഴ്ച വരെ കൊല്ലം, തൃശൂർ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ ഭാര്യയുടെ ഫോട്ടോയ്ക്ക് പകരം ഭർത്താവിന്റെ ഫോട്ടോ. വോട്ടിനെ ചൊല്ലി വാക്കേറ്റം. നാദാപുരം നരിക്കാട്ടേരി MLP സ്കൂളിലാണ് വോട്ടിനെ ചൊല്ലി വാക്കേറ്റമുണ്ടായത്. വോട്ടർ പട്ടികയിൽ ഭാര്യയുടെ ഫോട്ടോയ്ക്ക് പകരം ഭർത്താവിന്റെ ഫോട്ടോ അച്ചടിച്ചു വന്നതാണ് തർക്കത്തിന് കാരണമായത്. യുവതി വോട്ട് ചെയ്യാനെത്തിയതോടെ LDF ഏജന്റ് ചോദ്യം ചെയ്യുകയും തുടർന്ന് ബൂത്തിനകത്ത് കയ്യാങ്കളിയും ഉണ്ടായി. തുടർന്ന് യുവതി ചാലഞ്ച് വോട്ട് ചെയ്ത് മടങ്ങി. ഇസ്രയേലിനെതിരെ പ്രതിഷേധം. അമേരിക്കൻ ക്യാമ്പസിൽ ഇന്ത്യൻ വിദ്യാർത്ഥി അറസ്റ്റിൽ. ക്യാമ്പസിനുള്ളിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ഇന്ത്യൻ വിദ്യാർത്ഥി അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സ്വദേശി അച്യന്ത ശിവലിംഗമാണ് പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ അറസ്റ്റിലായത്. അച്യന്തയെ സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സർവകലാശാല പരിസരത്ത് നടന്ന ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. സഹവിദ്യാർത്ഥിയായ ഹസൻ സെയ്ദിനൊപ്പമാണ് അജിന്തയെ അറസ്റ്റ് ചെയ്തത്. അധികൃതരുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് അജിന്ത്യ അടക്കമുള്ള വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിലെ മക്കോഷ് കോർട്ട്യാർഡിൽ പ്രതിഷേധ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതോടെയാണ് സർവകലാശാല അധികൃതർ പോലീസ് സഹായം തേടിയത്. തുടക്കത്തിൽ 110 പേരാണ് സമരത്തിൽ പങ്കെടുത്തത്. എന്നാൽ വിദ്യാർത്ഥികളുടെ അറസ്റ്റിന് പിന്നാലെ പ്രതിഷേധക്കാരുടെ എണ്ണം 300 ഉയർന്നു. പ്രതിഷേധം നിർത്തി ക്യാമ്പസ് വിട്ടുപോകണമെന്ന പൊതുസുരക്ഷാ വകുപ്പിന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പിന് ശേഷമാണ് 2 ബിരുദ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി വക്താവ് ജെനിഫർ മോറിൽ പറഞ്ഞു. കൊല്ലത്ത് പോളിംഗ് ബൂത്തിലെത്തിയ ജി കൃഷ്ണകുമാറിനെ തടഞ്ഞു. പോലീസുമായി തർക്കം. കൊല്ലം അഞ്ചലിൽ ബൂത്തിലെത്തിയ BJP സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഇതിനെ തുടർന്ന് ഏറെ നേരം BJP സ്ഥാനാർത്ഥിയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കത്തിനിടയായി. അഞ്ചൽ നെട്ടയം 124, 125 ബൂത്തിലാണ് സംഭവം. ബൂത്ത് സന്ദർശിച്ചതിനു ശേഷം പുറത്തിറങ്ങിയ കൃഷ്ണകുമാർ ബൂത്തിന് വെളിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് പോലീസുകാർ തടഞ്ഞത്. ഇതാണ് തർക്കത്തിന് കാരണമായത്. താൻ നിയമം പാലിക്കാൻ തയ്യാറാണെന്നും തന്നോട് വേറെ ഒരു നീതിയും മറ്റൊരു LDF നേതാവിനോട് അനുകൂല നീതിയും പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിയെന്നും കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി.